ഹലോ ഗായ്സ്, വീണ്ടും എൻ്റെ അടുക്കള വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വറുത്തരച്ച സാമ്പാറാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും മുറിച്ച് വേവിച്ച് വെച്ചു. തലേന്ന് രാത്രി ഏകദേശം 9:30 മണിയായി കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തരയ്ക്കുകയാണ്. അപ്പോൾ ഇതിൽ ജീരകവും ഉലുവ കുറച്ച് മല്ലിപ്പൊടി ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം മറന്നുപോയി, കുറച്ച് പരിപ്പും കൂടി ഇടാറുണ്ട്. അപ്പോൾ ഇന്നിടാൻ വിട്ടുപോയി. പിന്നെ ഞാൻ ബീട്രൂട്ട് ഉപ്പേരിയാണ് ഇന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ചോപ്പറിലിട്ടിട്ടാണ് അത് മുറിച്ചത്. അപ്പോൾ പെട്ടെന്ന് ചോപ്പർ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകം തന്നെയാണ് ചോപ്പർ, അല്ലേ? അല്ലെങ്കിൽ തീർന്നു പോയാൽ, അല്ലെങ്കിൽ ബീട്രൂട്ട് ഉപ്പേരി ഒന്നും ഉണ്ടാക്കൂല. എത്ര സമയമെടുക്കും കത്തി കൊണ്ട് മുറിക്കാൻ. അപ്പോൾ ഇന്നും എനിക്ക് കുറേ മീൻമുട്ട കിട്ടിയിട്ടുണ്ട്. ഒരു 1/2 കിലോ മീൻമുട്ട കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചു. പക്ഷെ മീൻമുട്ടക്കൊക്കെ ഭയങ്കര റേറ്റാണ്, 300 രൂപയുണ്ട് 1/2 കിലോ മീൻമുട്ടക്ക്. ഓക്കെ, അപ്പോൾ രാവിലെയായി. അപ്പം ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ മീൻമുട്ടയും കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പുഴുങ്ങിയ സമയത്ത് എല്ലാവരും ചോദിച്ചതിൽ ഉപ്പിടണ്ടേ മുളകിടണ്ടേ എന്നൊക്കെ. അപ്പോൾ അത് ഞാൻ ചുട്ട് തിന്നതാണ്. അതിലൊന്നും ഇടണ്ട, ഉപ്പ് ഒന്നും ഇടണ്ട. പക്ഷെ ഇതിൽ ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളമൊഴിച്ച് വെക്കുന്ന സമയത്താണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഉപ്പും മുളകും ഇതൊക്കെ ഇടണ്ട കേട്ടോ. അപ്പോൾ 2-3 പീസ് ചിക്കനും കൂടെ ഞാനൊന്ന് പൊരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കനൊക്കെ. അപ്പോൾ നമ്മുടെ മീൻമുട്ട ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കണേ. ഈ സമയത്ത് ചില സമയത്ത് നമുക്ക് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും, കാരണം നമ്മൾ വെള്ളത്തിലാണല്ലോ ഇത് വേവിച്ചേ. അപ്പോൾ ഒരു ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. അപ്പം ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എൻ്റെ ഏകദേശം എല്ലാ പാത്രങ്ങളും ഇങ്ങനെ കരിഞ്ഞു പോകാറുണ്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട്. അപ്പം ഒരു കയ്യിൽ മൊബൈൽ ഉണ്ടായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്, എന്നാലും ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പുറത്ത് ചായ തിളപ്പിക്കാൻ വെച്ചിന്. അത് ഇപ്പം എല്ലാം പോട്ടയായിരുന്നു, ആകെ അത്രേ പാലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതും റെഡിയായി. അപ്പം നമ്മുടെ മീൻമുട്ടയും റെഡിയായി. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അവസാനം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം, എന്നാലേ അതിൻ്റെ ഒരു പക്ക ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കനും റെഡിയായി. അപ്പോൾ നമുക്ക് ടിഫിൻ ബോക്സ് തയ്യാറാക്കാം. ചോറെടുത്ത് അതിൽ ചിക്കൻ വെച്ച് പിന്നെ 2 വറവ് അതിൽ വെച്ച് കൊടുത്തു. അപ്പം കറി ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിലാണ് കൊടുത്തത്, സാമ്പാർ. പിന്നെ ഇത് ബാഗിലൊന്നും മറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സിൽവർ കോട്ടിൻ്റെ കവറിലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ മറിയില്ലല്ലോ, മറിഞ്ഞാൽ തന്നെ അതിലല്ലേ വരുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.